ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ബീഫ് കൊണ്ട് കറിയും റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു കറി തന്നെ നമുക്ക് 2 കറിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബീഫ് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ എടുക്കണേ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളി കൂടി അതേപോലത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലത്തെ 1 ടീസ്പൂൺ കടുക്കുറവ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ സമയത്ത് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വെച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 1 വിസിലടുപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 4 വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബീഫ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടേ. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഒരു 2 സവാളയും പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ട, ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലത്തെ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തത് മാറ്റി വയ്ക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചതച്ചിട്ട് അതിൽ എടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സ്പൈസസ് ഇല്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സ്പൈസസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സവാള ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കുക കേട്ടോ. ഇതിന് വാടി വരണേ. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒന്ന് വാടി വരണം കേട്ടോ. 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. നമുക്കിതിലേക്ക് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ഉണ്ടാവില്ലേ, അതെടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തക്കാളി ഒന്ന് വാടി വരുമ്പോഴേക്കും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടില്ലേ ആ സമയം. ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. 1 ടേബിൾ സ്പൂൺ കടുക്കുറവ് ചില്ലി പൗഡറില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക്കുറവ് തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്കിത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണമെന്നുണ്ട് കേട്ടോ.
അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ കട്ട് കുറവാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഇല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ പച്ചമണം മാറുമ്പോൾ തീർക്കും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഈ നമ്മൾ പൊടികളില്ലേ നമ്മൾ മസാല സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മസാലയിലേക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടിൻ്റെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കട്ട് കുറവെടുത്തില്ലേ അതേപോലത്തെ 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. കണ്ട പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ മസാലയിലോ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. തക്കാളിയും സവോളയും വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൽ നല്ല തിക്കുള്ള ഗ്രേവി വേണ്ടേ. അപ്പം നല്ല തിക്കുള്ള ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. വേണ്ട കുറച്ച് മസാല നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. ഒരു ബൗളിലേക്ക് നമുക്ക് എടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കൊണ്ട് എടുത്താൽ മതി കേട്ടോ. ആ മസാല നമുക്ക് നമ്മൾ ബീഫ് അപ്പിക്ക് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് നമുക്ക് സൈഡിലേക്ക് വെക്കാം കേട്ടോ. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതേപോലത്തെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫിലോ വെള്ളമില്ലേ വേവിച്ച വെള്ളം അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പോവല്ലേ തണുത്ത വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ ആ വെള്ളം മാത്രം ഒഴിച്ചിട്ടെടുത്താൽ മതിട്ടാ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചൂടുണ്ട് കേട്ടോ. ചൂടായ ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് അരച്ച് കൊണ്ടുവന്നാൽ മതി. കണ്ട നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ടുണ്ട്. നമ്മൾ അരച്ച് കൊണ്ടുവന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയല്ല മസാല അല്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലത്തെ ആ ബീഫിലെ വെള്ളം തന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സിയിൽ അരച്ച് കൊണ്ടുവരാനൊന്നും വേണം ആവശ്യമില്ല കേട്ടോ. ഒന്നിങ്ങനെ മിക്സ് ചെയ്തിലെടുത്താൽ മതി. ആ വെള്ളം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കണ്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവിയുടെ കൂടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ സമയത്തിനൊക്കെ ഉപ്പോ എരിവോ ഒരു 2 മിനിറ്റ് കുക്കായ ശേഷം ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലത്തെ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ മുളക് പൊടി തന്നെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയുള്ള കേട്ടോ നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ കുറച്ചുകൂടി ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ ബീഫ് റോസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.